നമസ്കാരം. സെപ്റ്റംബർ മാസത്തിലെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ ഇങ്ങ് അടുത്തു. അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ 2 സെപ്റ്റംബറിൽ കളിക്കാനുള്ളത്. ഒന്ന് ചിലിക്കെതിരെ സെപ്റ്റംബർ 5, രണ്ടാമത്തെ മത്സരം കൊളംബിയയ്ക്കെതിരെ സെപ്റ്റംബർ 10. ഇന്ത്യൻ സമയം പറയുമ്പോൾ ചിലിക്കെതിരെ സെപ്റ്റംബർ 6 പുലർച്ചെ 5:30, കൊളംബിയയ്ക്കെതിരെ സെപ്റ്റംബർ 11 പുലർച്ചെ 2 മണിക്കുമാണ് കളികൾ. ഈ മത്സരങ്ങൾക്കായിട്ടുള്ള സ്ക്വാഡ് അർജൻറ്റീനയുടെ കോച്ച് സ്കലോനി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ക്വാഡിൽ ലിയോ മെസ്സി ഇല്ല, നമുക്കറിയാം. അദ്ദേഹം പരിക്കുമായിട്ട് കളിക്കളത്തിന് പുറത്താണ്. ആംഗേൽ ഡി മരിയ വിരമിച്ചതുകൊണ്ട് സ്ക്വാഡിലില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പൗലോ ഡിബാലയ്ക്ക് ആദ്യം സ്ക്വാഡിൽ ഇടം കൊടുത്തില്ലെങ്കിലും പിന്നീട് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് 2 പ്രധാന താരങ്ങൾ അർജൻറ്റീന ടീമിൽ ഉണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാവുകയാണ്. അതായത് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ടീമിലുണ്ടായിരുന്ന 2 താരങ്ങൾ ഉണ്ടാവില്ല. ഒരാൾ നിക്കോളാസ് ടാഗ്ലിയാഫിക്കയാണ്. അദ്ദേഹം ഈ മത്സരങ്ങൾ കളിക്കാനില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും പൂർണ്ണമായിട്ടും അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ അർജൻറ്റീനയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. സോ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ കളിക്കാനില്ല. ഒപ്പം തന്നെ ലിയോ ബെലേഡി അദ്ദേഹവും കളിക്കാനില്ല എന്ന കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുന്നു. ഗാസ്നഡൂൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഈ 2 താരങ്ങൾക്കും പകരക്കാരെ കണ്ടെത്തേണ്ടതുണ്ട്. അധികം വൈകാതെ ലയണൽ സ്കലോനി റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപിക്കും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.